എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെ. 2016 കേരളം പിടിക്കണം. മെയ് മാസം നടക്കാനിരിക്കുന്ന ജനവിധി അനുകൂലമാക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഭരണ തുടർച്ചയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ജനുവരി 4 തുടങ്ങി ഫെബ്രുവരി 9 സമാപിക്കുന്ന ജാഥയുടെ പേര് ജനരക്ഷായാത്ര എന്നാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കും. മതേതരത്വം സംരക്ഷിക്കാൻ, കേരളത്തിന്റെ സർവ്വ പുരോഗതി ഉറപ്പുവരുത്താൻ, അതോടൊപ്പം തന്നെ സർഗാത്മക യുവ ശാക്തീകരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ജനരക്ഷായാത്ര ആരംഭിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒപ്പം നിർത്തി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് CPMന്റെ ജാഥ നയിക്കുന്നത്. ജനുവരി 15 ആരംഭിക്കുന്ന നവകേരള മാർച്ച് ഫെബ്രുവരി 14 അവസാനിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം LDFനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ മാർച്ച് അവസാനിക്കുന്നതോടെ വ്യക്തത കൈവരും. കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുസ്ലിം ലീഗ് ജനുവരി 24 മുതൽ കേരള യാത്രക്കിറങ്ങുന്നത്. PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആവേശമുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്ര ജനുവരി 27 തുടങ്ങുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന കേരള യാത്ര ജനുവരി 23 ആരംഭിക്കുക. RSSനാണ് BJP യാത്രയുടെ പൂർണ്ണ നിയന്ത്രണം. ജാഥകൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇടത് വലത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടായേക്കാം. റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.